1934 ജനുവരി 14 വയനാട് ജില്ലയിലെ ഒരു സ്ഥലത്ത് ഗാന്ധിജി വന്ന് വിശ്രമിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വയനാട് ജില്ലയിൽ കൽപ്പറ്റക്കടുത്തുള്ള പുളിയാർമല ഗാന്ധി മ്യൂസിയത്തിലാണ് നമ്മളുള്ളത്. ചരിത്രമുറങ്ങുന്ന മുറിയിൽ നിന്ന് ഒരു ദേശത്തിന്റെ തന്നെ ഓർമ്മകളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും. വയനാടിന്റെ ചരിത്രമുറ്റത്ത് കൽപ്പറ്റ പുളിയാർമലയിൽ കാലത്തെ അതിജീവിച്ച് ഒരു ചെറിയ കെട്ടിടം ഇന്നും നിലകൊള്ളുന്നുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണമായൊരു കെട്ടിടം. പക്ഷേ ഈ മുറികൾക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അമൂല്യമായ ഒരു അധ്യായമാണ്. 1934 ജനുവരി 14 ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിനും സാമൂഹിക സമത്വത്തിനും വേണ്ടി ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച മഹാത്മാഗാന്ധി വയനാട്ടിലെത്തിയ ദിനം. ഇത് വെറും ഒരു സന്ദർശനമായിരുന്നില്ല. അന്നത്തെ വയനാട്ടിലെ ജനങ്ങളുടെ ജീവിതവും പ്രത്യേകിച്ച് പിന്നാക്ക ജനവിഭാഗങ്ങളുടെ ദുരിതങ്ങളും ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ വയനാട് ഡിസ്ട്രിക്ട് സെൻസസ് ഹാൻഡ്ബുക്കിൽ ഇങ്ങനെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്: മഹാത്മാഗാന്ധി 1934 ജനുവരി 14 കൽപ്പറ്റ പുളിയാർമല സന്ദർശിച്ചു. ചരിത്രത്തിന്റെ ഔദ്യോഗിക രേഖകളിൽ ഈ വാക്കുകൾ കൃത്യമായി നിലനിൽക്കുന്നു. കൽപ്പറ്റയിലെത്തിയ ഗാന്ധിജി പുളിയാർമലയിലെ ജൈന ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു കെട്ടിടത്തിൽ വിശ്രമിച്ചു. അന്ന് ഗാന്ധിജി വിശ്രമിച്ചിരുന്ന ആ ഇടമാണ് ഇന്ന് ഗാന്ധി സ്മാരക മ്യൂസിയമായി മാറിയത്. അദ്ദേഹം വിശ്രമിച്ച മുറി അദ്ദേഹത്തിന്റെ ജീവിതവും സമരവും ഓർമ്മിപ്പിക്കുന്ന ചിത്രങ്ങളും രേഖകളും എല്ലാം ചേർന്ന് ഒരു കാലഘട്ടത്തെ നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നു. ഇത് ഒരു മ്യൂസിയം മാത്രമല്ല, ഒരു മനുഷ്യൻ ഇവിടെ വന്നുപോയതിന്റെ ഓർമ്മ മാത്രവുമല്ല, സമത്വത്തിനും മനുഷ്യ സ്നേഹത്തിനും അനീതിക്കെതിരായ പോരാട്ടത്തിനും അദ്ദേഹം ഉയർത്തിയ ശബ്ദത്തിന്റെ ഒരു ചരിത്ര സാക്ഷ്യം കൂടിയാണ്. പുളിയാർമലയിലെ ഈ നിശബ്ദമായ മുറിയിൽ ഇന്നും ഒരു കാലത്തിന്റെ ശബ്ദം കേൾക്കാം. 1934 ഇവിടെ പതിഞ്ഞ ആ കാൽപ്പാടുകളുടെ ഓർമ്മ.